ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. ഇനിയും പഠിപ്പിച്ചാൽ അവൾക്കായി കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ സുമതി കണ്ടുപിടിച്ച അടവായിരുന്നു ലക്ഷ്മിയുടെ കല്യാണം. 18 വയസ്സായപ്പോഴേക്കും ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്ത് അവൾ എന്ന ശല്യത്തെ ആ വീട്ടിൽ നിന്നും ഒഴിവാക്കാനായി സുമതി ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിരുന്നു 18 ആയതിൻ്റെ പിറ്റേന്ന് തന്നെ അവളെ ഒരു കൂട്ടരെ പെണ്ണ് കാണാൻ വന്നത്. ഒരു ഞെട്ടലോടെയാണ് ലക്ഷ്മി അതിനെ നോക്കിക്കണ്ടത്. അയാളുടെ കാല് പിടിച്ച് വരെ അവൾ പറഞ്ഞു നോക്കിയെങ്കിലും ഭാര്യയിൽ മയങ്ങിപ്പോയ അയാൾ അതൊന്നും ചെവികൊണ്ടില്ല. ഒരു ഭാരത്തെ ഒഴിവാക്കുന്നത് പോലെ ആദ്യം വന്ന കല്യാണാലോചന തന്നെ അയാൾ ഉറപ്പിച്ചു. ചെറുക്കനെ ഇഷ്ടമായോ എന്ന് പോലും അവളോട് ആരും ചോദിച്ചില്ല. എന്നത്തെയും പോലെ ആ വേദനയും അവൾ അവളുടെ അമ്മയോട് പങ്കുവെച്ചു. എല്ലാ വേദനകളും രാത്രിയിൽ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പങ്കുവയ്ക്കുമ്പോൾ അവളുടെ ഹൃദയം ഒന്നുകൂടി വേദനിക്കുമായിരുന്നു. എന്തിനാ അമ്മേ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോയത്? ഇങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നെല്ലാം നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ആ ഫോട്ടോയിൽ നോക്കി പറയുമ്പോൾ അവൾക്കും അറിയാമായിരുന്നു തൻ്റെ വേദന ആരും കാണാൻ പോകുന്നില്ലെന്ന്. എങ്കിലും തൊണ്ടയിൽ തികട്ടി വന്നു നിൽക്കുന്ന സങ്കടത്തെ അവൾ കരഞ്ഞു തീർക്കുമായിരുന്നു. രാത്രിയിൽ ജനലിനോരം ചേർന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു കുഞ്ഞു നക്ഷത്രത്തെ കാണാമായിരുന്നു. നമ്മുടെ മരിച്ചുപോയ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആകാശത്ത് നക്ഷത്രമായി വരുന്നത് എന്ന് ആരോ എപ്പോഴോ പറഞ്ഞ ഹൃദയത്തിൽ പതിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒറ്റ നക്ഷത്രത്തെ കാണുമ്പോൾ എപ്പോഴും അത് തൻ്റെ അമ്മയാണെന്ന് തോന്നുമായിരുന്നു. അവസാനം കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അത് തന്നെ നോക്കി കണ്ണു ചിമ്മുന്നതായി അവൾക്ക് തോന്നും. അങ്ങനെ അമ്മയും താനും മാത്രമുള്ള ആ ലോകത്തിൽ തന്നെ അവൾ ഒത്തിരി നേരം നിൽക്കും. പതിയെ എപ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ നക്ഷത്രം തൻ്റെ അമ്മയായി തൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് അവൾ കരുതും. ഇന്നവളെ പെണ്ണ് കാണാൻ വന്നത് അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു. അവളെക്കാളും 12 വയസ്സ് അധികമുണ്ടായിരുന്നു. അതായത് 18 വയസ്സുള്ള പെണ്ണിന് 30 വയസ്സുള്ള ചെറുക്കൻ. ഈ കല്യാണം ഉറപ്പിച്ചെന്ന് പെണ്ണ് കാണാൻ വരുന്നതിന് മുൻപ് തന്നെ സുമതി അവളോട് പറഞ്ഞിരുന്നു. അവൻ്റെ വയസ്സ് കേട്ടപ്പോൾ തന്നെ സുമതിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിക്കേണ്ടെന്ന് അവൾ പ്രഭാകരന് താക്കീത് നൽകി. എങ്കിലും തൻ്റെ ആദ്യ ഭാര്യ സീതയും മകൾ ലക്ഷ്മിയും താനും കൂടെയുള്ള നനുത്ത ഓർമ്മകൾ അയാളെ ചിലപ്പോഴൊക്കെ പഴയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ അയാൾ ഉള്ളുകൊണ്ട് അവളുടെ പഴയ അച്ഛനായി മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കെട്ടാൻ പോകുന്നവനെപ്പറ്റി അയാൾ ആരും അറിയാതെ ഒന്ന് അന്വേഷിച്ചിരുന്നു. ആർക്കും അവനെപ്പറ്റി ഒരു കുറ്റവും പറയാനില്ലായിരുന്നു. മാത്രവുമല്ല എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുമുണ്ടായിരുന്നുള്ളൂ. അത് കേട്ടപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. കുറച്ച് പ്രായവ്യത്യാസമുണ്ടെങ്കിലും നല്ലൊരുത്തൻ തന്നെയാണല്ലോ എന്നോർത്തപ്പോൾ അയാൾ ആശ്വസിച്ചു. അവൻ നല്ലതല്ലെങ്കിൽ സുമതി അറിയാതെ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു അയാൾ. എന്തായാലും ഈ നരകത്തിൽ നിന്നും അവൾ രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസത്തിൽ അന്നയാൾ കിടന്നുറങ്ങി. സുമതി ഈ കല്യാണം ഉറപ്പിച്ചതുപോലെയായിരുന്നു. ഒരു നിമിഷം മരിച്ചു കളഞ്ഞാലോ എന്നുവരെ ലക്ഷ്മി ചിന്തിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഇതൊരു പക്ഷേ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു തന്ന വഴിയാണെങ്കിലോ എന്ന്. അങ്ങനെ പെണ്ണു കാണലിന് ശേഷം അവൾ മനസ്സുകൊണ്ട് ആ കല്യാണത്തിനായി ഒരുങ്ങിത്തുടങ്ങി. വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും ചെറിയൊരു പ്രതീക്ഷയോടെ തന്നെ. വലുതായി പ്രതീക്ഷിച്ചിട്ട് വീണ്ടും സങ്കടമാണെങ്കിൽ അതൊരിക്കലും താങ്ങാൻ കഴിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ തന്നെ പഠിക്കാൻ അയച്ചാൽ മതിയായിരുന്നു. ആ ഒരു ആഗ്രഹം മാത്രം അവളിൽ നിറഞ്ഞു നിന്നു. എന്തോ അന്ന് പെണ്ണ് കാണാൻ വന്നത് മുതൽ അങ്ങനെയൊരു പ്രതീക്ഷ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അവളുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അതായിരുന്നു. അങ്ങനെ ഇന്നായിരുന്നു ലക്ഷ്മിയുടെ കല്യാണം. വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും തന്നെ അവളുടെ കല്യാണത്തിന് ഇല്ലായിരുന്നു. എങ്കിലും അത്യാവശ്യം ബന്ധുക്കളെ ഒന്നും വിളിക്കാനും പ്രഭാകരൻ മറന്നിരുന്നില്ല. ഇനിയൊരിക്കലും യാതൊരു അവകാശവും പറഞ്ഞു വരാതിരിക്കാനായി കുറച്ച് സ്വർണം അത്യാവശ്യം നല്ല കാഴ്ചയിൽ തന്നെ അവളുടെ ദേഹത്തിട്ടുകൊടുത്തു. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ സുമതിയുടെ ബുദ്ധി തന്നെയായിരുന്നു.
കരിഞ്ഞ പച്ച പട്ടുസാരിയിൽ സ്വർണം കൂടി ആയതും പൊതുവെ സുന്ദരിയായിരുന്ന അവളുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു. അവളുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ശ്യാമിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തന്നെ തങ്ങി നിന്നു. അവൻ്റെ പേര് കൊത്തിയ താലി അവളുടെ കഴുത്തിൽ വീഴുമ്പോൾ അവൾ കണ്ണടച്ച് 2 കൈയും കൂപ്പി നിന്നു. അവളെ കാണുമ്പോൾ ശ്യാമിന് എന്തോ വല്ലാത്ത ഒരിഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്ന താൻ ഇന്ന് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നു. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഇതാണ് തൻ്റെ പെണ്ണെന്നും ജീവിതമെന്നും അവൻ്റെ മനസ്സ് പറഞ്ഞു. അവൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് ഒന്നുകൂടി നോക്കി. അത് കാണുമ്പോൾ ശ്യാമിൻ്റെ ചുണ്ടിലുമൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അവളെ പെണ്ണ് കാണാൻ പോയ നിമിഷങ്ങളായിരുന്നു. പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ ബ്രോക്കർ പറഞ്ഞിരുന്നു പെണ്ണിന് പ്രായം അല്പം കുറവാണെന്ന്. എങ്കിലും താൻ കരുതിയത് പ്രായം കുറവാണെങ്കിലും കാഴ്ചയിൽ അല്പം പ്രായം തോന്നുമെന്നാണ്. പക്ഷേ തൻ്റെ മുന്നിലേക്ക് ചായയുമായി വന്ന അവളെ കണ്ടതും താൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. 18 വയസ്സ് പ്രായമുണ്ടെങ്കിലും അത്ര പോലും അവൾക്ക് തോന്നുന്നില്ലായിരുന്നു. അരികിലേക്ക് ചായയുമായി വരുമ്പോൾ തൻ്റെ മുഖത്തേക്ക് പോലുമൊന്ന് അവൾ നോക്കിയിരുന്നില്ല. യാതൊരു ചമയങ്ങളും ഇല്ലാതെ തന്നെ വല്ലാത്തൊരു ഭംഗി അവളെ തോന്നിയിരുന്നു. പക്ഷേ ദയനീയത നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകൾ കാണെ താൻ മനസ്സിലാക്കുകയായിരുന്നു അവൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന്. അപ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന ഭാവം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ആർക്കോ വേണ്ടി കെട്ടിയാടുന്ന ഒരു കളിപ്പാവയെപ്പോലെ അവളെ തോന്നി. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ശ്യാം പുറത്തേക്കിറങ്ങിയത്. ശ്യാമിൻ്റെ പുറകെ അവളും വന്നു നിന്നിരുന്നു. എന്താണ് അവളോട് ചോദിക്കേണ്ടതെന്ന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി എന്ന് പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറയുന്ന അവളെ ഒരു കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ +2 എന്ന് ഉത്തരവും പറഞ്ഞു. പിന്നെ എന്തേ പഠിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുവരെയും തൻ്റെ മുഖത്തേക്ക് നോക്കാതിരുന്ന അവളൊന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു കണ്ടിരുന്നു. അപ്പോളായിരിക്കും ഒരുപക്ഷെ അവൾ എൻ്റെ മുഖം പോലും കാണുന്നത് തന്നെ. എന്തോ അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ പിന്നെയൊന്നും ചോദിക്കാൻ തോന്നിയില്ല. അകത്തേക്ക് തന്നെ നടക്കുമ്പോൾ അവളും തൻ്റെ പിന്നാലെ വന്നു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അകത്തേക്ക് പോകുന്ന അവളെ താനും ഒന്ന് നോക്കി നിന്നു. അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ ഈ കല്യാണം നടക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ അന്ന് വൈകുന്നേരം തന്നെ അവർ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു ആദ്യം തോന്നിയത്. അത്രയും ചെറിയൊരു പെണ്ണ് തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. എന്നാൽ ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നിസ്സഹായതയും ദയനീയതയും ഇത് അവളുടെ തീരുമാനമല്ലെന്ന് തന്നോട് പറയുന്നുണ്ടായിരുന്നു. അവൾ ഒരു പക്ഷേ അവർക്ക് ഒരു ഭാരമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം യാതൊന്നും ആലോചിക്കാതെ അവർ അവളെ തനിക്ക് തന്നത്. യാതൊരു വികാരവുമില്ലാതെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന അവളെ കാണെ അവന് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി. വിവാഹത്തിന് വന്നവരൊക്കെയും അവനെയും അവളെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ശ്യാം കാണാൻ അത്യാവശ്യം നല്ലതായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു കുറ്റവും അവനിൽ പറയാനില്ലായിരുന്നു. പക്ഷേ അവനെയും അവളെയും കാണുമ്പോൾ ഒരു വല്യേട്ടനെയും കുഞ്ഞു പെങ്ങളെയും പോലെ എല്ലാവർക്കും തോന്നിയിരുന്നു. അപ്പോഴും അവൾ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ വലിയൊരു അഗ്നി തന്നെ തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. ഇനി മുമ്പോട്ടേക്കുള്ള ജീവിതം എന്താകുമെന്നോ എങ്ങനെയാകുമെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ ശ്യാമിനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം ഉള്ളതുപോലെ അവൾക്ക് തോന്നി. അതിൻ്റെ അർത്ഥം എന്തെന്ന് മാത്രം അവൾക്ക് മനസ്സിലാകുന്നില്ല. കാണാൻ ഒരു ഭംഗിയൊക്കെയുണ്ട്. ഇരുനിറമാണെങ്കിലും ആവശ്യത്തിന് നീളവും വിരിഞ്ഞ നെഞ്ചും ഒക്കെയായി ഒരു പ്രത്യേക ഭംഗി അവൾക്ക് അവനെ തോന്നി. പിന്നെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വതയൊക്കെ കാണുന്നുണ്ട്. എങ്കിലും ഒരു വല്ലാത്തൊരു നിഷ്കളങ്കതയും ശ്യാമിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. അവൻ്റെ കൂടെ തൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന് ഒരു ചോദ്യചിഹ്നമായി അവളുടെ മുന്നിൽ നിന്നു. കല്യാണം കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴും അവൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
വെറുതെ ഇലയിൽ വിരലിട്ടുകൊണ്ടിരിക്കുന്ന അവളെ അവൻ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ഒരു വറ്റുപോലും അവൾക്ക് തൊണ്ടയിൽ നിന്നിറങ്ങുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണവും അവന് മനസ്സിലായിരുന്നു. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് വീട്ടിലേക്ക്. അവിടെ എത്തുമ്പോഴേക്കും താൻ വല്ലാതെ ക്ഷീണിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കഴിക്കാൻ നോക്ക്. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ അവളോട് പതിയെ പറഞ്ഞു. ആ വാക്കുകൾ എന്തോ അവൾക്ക് വല്ലാത്തൊരു സമാധാനം നൽകിയിരുന്നു.